നമസ്കാരം പ്രിയപ്പെട്ടവരെ. വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന മഹത്തായ സംഘടന വർഷങ്ങളായി മുടങ്ങാതെ നടത്തുന്ന ഒരു കർമ്മ പദ്ധതിയാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെ രോഗികൾക്കും അവർക്ക് കൂട്ടിരിക്കുന്നവർക്കും പൊതിച്ചോറ് വിതരണം നൽകുന്നത്. വിശക്കുന്നവന്റെ വയറ്റിൽ തീയോർക്കുന്ന ഒരു പൊതിച്ചോറ്, അതാണ് ഡിവൈഎഫ്ഐയുടെ രാഷ്ട്രീയവും കരുതലും. അത് നിർത്തലാക്കണമെന്ന് പറയുന്നവർക്ക് വിശപ്പിന്റെ ഭാഷ അറിയണമെന്ന് മാത്രമല്ല, മനുഷ്യത്വത്തിന്റെ അക്ഷരമാല പോലും പഠിച്ചിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികൾ ഷെഡും വെച്ച് കൊടിയും കെട്ടിയിരിക്കുക. മെഡിക്കൽ കോളേജ് ഗവൺമെന്റിന് അന്നദാനം കൊടുക്കുകയാണ്. ഇവിടെ ഗവൺമെന്റ് ജോലി ഞങ്ങൾ ചോറ് കൊടുക്കുക, ഞങ്ങൾ കഞ്ഞി കൊടുക്കുക, എന്നിട്ട് അവിടെ കൊടിയും കുത്തുക. ഇതെല്ലാം നീക്കം ചെയ്യാം. ഒരു പാർട്ടി അവിടെ കയറ്റിക്കൂടാ. പാർട്ടിയിൽപ്പെട്ട മനുഷ്യർ വരാം, അവിടെ പാർട്ടി കളിക്കാൻ വരരുത്. സംഘടനകൾ അവിടെ യാതൊരു ഭക്ഷണവും കൊടുക്കേണ്ട കാര്യമില്ല. ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ്. അതൊന്നും ഇനി ഉണ്ടാവരുത് ഞങ്ങൾ പറഞ്ഞിട്ട് പോകുന്നു. അധികാരത്തിന്റെ കസേരയിലിരുന്ന് കുളിർക്കാറ്റ് കൊള്ളുന്നവർക്ക് ആശുപത്രി വരാന്തയിൽ വിശന്ന് വരയുന്നവന്റെ നെഞ്ചിലെ തീ എങ്ങനെ മനസ്സിലാകാനാണ്? പൊതിച്ചോറ് വിതരണം എന്ന ജീവകാരുണ്യ പ്രവർത്തനത്തെ രാഷ്ട്രീയമായി കാണുന്ന നിങ്ങളുടെ ഈ കുൽസിത മനസ്സ് കേരളം തിരിച്ചറിയുന്നുണ്ട്. വീട്ടിൽ അന്തിയുറങ്ങാൻ കിടക്കുമ്പോൾ നാളത്തെ പൊതിച്ചോറിനെ കുറിച്ച് ഓർക്കുന്ന ഓരോ അമ്മയുടെയും സഹോദരിയുടെയും കൈകളിലാണ് കേരളത്തിന്റെ മനസ്സിരിക്കുന്നത്. അവരുടെ അധ്വാനത്തെ പരിഹസിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ഇത് കേവലം ഒരു പൊതി ചോറല്ല, സ്നേഹത്തിന്റെ ഉപ്പും കരുതലിന്റെ മധുരവും ചേർത്തുവെച്ച ഒരു വലിയ വികാരമാണ്. രാഷ്ട്രീയ ഭേദമന്യേ വിശക്കുന്നവന്റെ വിശപ്പകറ്റുന്ന ആ കൈകൾക്ക് നേരെ വിരൽ ചൂണ്ടാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ജി സുധാകരൻ സാറേ, നിങ്ങളുടെ ഈ അഭിപ്രായം ജനങ്ങളുടെ നെഞ്ചിൽ കുത്തുന്നതാണ്. പൊതിച്ചോറ് നിർത്തലാക്കാൻ നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? വിശക്കുന്നവന്റെ വയറ്റിൽ തൊടുന്നവന്റെ രാഷ്ട്രീയം കാലം മാപ്പില്ലാത്ത കുറ്റമായി രേഖപ്പെടുത്തും. അധികാരത്തിന്റെ ഉച്ചസ്ഥായിൽ ഇരിക്കുമ്പോഴല്ല, സാധാരണക്കാരന്റെ കണ്ണീരൊപ്പുന്നിടത്താണ് യഥാർത്ഥ രാഷ്ട്രീയമെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയൂ. ഡിവൈഎഫ്ഐയുടെ ഈ പൊതിച്ചോറ് ഇനിയും തുടരും. അത് നിർത്തലാക്കാൻ ആർക്കും കഴിയില്ല. കാരണം അത് ജനങ്ങളുടെ വിശപ്പാണ്, വികാരമാണ്. ജനപ്രതിനിധിയായ ഒരാളിൽ നിന്നും ഇത്രയും തരംതാണ ഒരു പരാമർശം കേൾക്കേണ്ടി വന്നത് കേരളത്തിന് തന്നെ അപമാനമാണ്. വിശക്കുന്നവന് മുന്നിലേക്ക് ഒരു പിടി ചോറ് വെച്ച് നീട്ടുന്നതിനെ എന്തിനാണ് ഇത്രയധികം ഭയം? അതോ ആ സ്നേഹത്തിന് മുന്നിൽ നിങ്ങളുടെ ഈഗോ തകർന്നു വീഴുന്നുണ്ടോ? പൊതിച്ചോറ് നിർത്തലാക്കണമെന്ന് പറയുന്നവർക്ക് ഒരു കാര്യം ഓർമ്മയുണ്ടാകണം: വിശപ്പിന്റെ മുമ്പിൽ രാഷ്ട്രീയം ഒന്നുമല്ല. വോട്ട് ചോദിക്കാൻ ജനങ്ങളുടെ വാതിലിൽ മുട്ടുമ്പോൾ നിങ്ങൾക്കില്ലാത്ത ഈ രാഷ്ട്രീയ ഭേദചിന്ത ചോറ് വിളമ്പുമ്പോൾ മാത്രം എങ്ങനെയാണ് നിങ്ങൾക്ക് വരുന്നത്? 4 ചുമരുകൾക്കുള്ളിൽ ഇരുന്ന് കൽപ്പനകൾ പുറപ്പെടുവിക്കുന്നവരല്ല നേതാക്കൾ, മറിച്ച് ജനങ്ങളുടെ കണ്ണുനീരും വിശപ്പും തൊട്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ്. വാർദ്ധക്യത്തിൽ കേരള രാഷ്ട്രീയത്തിലെ നാറിയാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് കുലംകുത്തിയായി ഇറങ്ങിപ്പോയ ജി സുധാകരന്റെ ഈ പ്രസ്താവന അങ്ങേയറ്റം ദൗർഭാഗ്യകരവും ലജ്ജാവഹവുമാണ്. രക്തം കൊടുക്കാൻ ആളില്ലാതെ വരുമ്പോൾ, സഹായിക്കാൻ ആരുമില്ലാതെ ഒറ്റപ്പെടുമ്പോൾ, വിശന്ന് പൊരിയുമ്പോൾ ഇവരുടെയെല്ലാം അരികിലേക്ക് ഓടിയെത്തുന്ന ആ യുവത്വത്തിന്റെ പേരാണ് ഡിവൈഎഫ്ഐ. ഒരു പൊതിച്ചോറിലൂടെ അവർ പകരുന്നത് കേവലം വിശപ്പകറ്റലല്ല, മറിച്ച് മരിച്ചുപോകാത്ത മനുഷ്യത്വമാണ്. അമ്മമാരുടെ കൈപുണ്യം കൊണ്ട് തയ്യാറാക്കുന്ന ആ പൊതിച്ചോറിൽ ഒരു തുള്ളി സ്നേഹമുണ്ട്, ഒരു പിടി കരുതലിന്റെ മധുരമുണ്ട്. ആ ചോറിൽ വിഷം കാണുന്ന നിങ്ങളുടെ കണ്ണുകൾക്ക് വിശക്കുന്നവന്റെ വിശപ്പ് എന്താണെന്നറിയില്ല. കേരളത്തിലെ അമ്മമാരുടെ സ്നേഹമാണ് ഈ പൊതിച്ചോറ്. അത് നിർത്തലാക്കാൻ ആഹ്വാനം ചെയ്യുന്നത് സ്വന്തം അമ്മമാരുടെ സ്നേഹത്തെ കൂടിയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നതെന്ന് ഓർക്കുക. കസേരകൾ മാറിയേക്കാം, അധികാരങ്ങൾ ഒഴിഞ്ഞു പോയേക്കാം, പക്ഷേ വിശക്കുന്നവന്റെ വിശപ്പകറ്റിയ ആ കൈകളെ സമൂഹം എന്നും സ്നേഹത്തോടെ ഓർക്കും. ആ സ്നേഹത്തിന് മുകളിൽ ഒരു രാഷ്ട്രീയ കൊലക്കത്തിയും വേണ്ട. പൊതിച്ചോറ് നിർത്തലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സു മാറ്റാനാണ്. അത് നടക്കില്ലെന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് വെറുതെ വിടുവായത്വം പറഞ്ഞ് സ്വന്തം അന്തസ് കളയാതിരിക്കുക. രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യത്വവും മാനവികതയും ഉയർത്തിപ്പിടിച്ച് മനുഷ്യനെ മനുഷ്യനായി കാണുന്ന മനുഷ്യരുടെ നാടായി കേരളം നിലനിൽക്കട്ടെ. എല്ലാവർക്കും നന്മകൾ നേരുന്നു.